ധന്യ, ലോകം ഇന്നലെ വളരെ സുപ്രധാനമായ ഒരു സംഭവം നടക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നതാണ്. സുനാമി. അത് സുപ്രധാനമായ ഒരു കാര്യം നടക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നതല്ല, മറിച്ച് ഭയത്തോടെ കാത്തിരുന്നു എന്നതാണ് വസ്തുത. ഒരാളുടെ പ്രവചനം, ആ പ്രവചനം ലോകത്തെ മുഴുവൻ ഒരൊറ്റ പോയിന്റിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ മുൻകരുതലുകൾ എടുത്തു, കുറേ കാര്യങ്ങൾ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരുക്കി. വലിയ നഷ്ടം ഒരു വ്യക്തിയുടെ ഒരു പ്രവചനത്തിൻ്റെ പേരിൽ ഒരു രാജ്യത്തിനുണ്ടാക്കിയ നഷ്ടം 30,000 കോടി. എന്താ തന്നെ ഇത്? കോടിക്കൊന്നും വിലയില്ലേ? കോടിക്ക് പൊതുവേ ഈ എന്താ പറയുക, ബാബ വാങ്കയുടെയൊക്കെ പ്രവചനങ്ങൾ കൃത്യമായി ഫലിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജപ്പാനിലെ ഈ ബാബ വാങ്കയ്ക്ക് ശേഷം വന്ന ആളാണ് തത്സുഗി എന്ന് പറയുന്ന, പിന്നെ ജപ്പാനിലുള്ള ഒരു പ്രവാചക, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി പ്രവാചക എന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലൊന്നും എടുത്തു കളയരുത്. പ്രവചനം നടത്തുന്ന ആൾ, അത്രേ ഉള്ളൂ. നമ്മുടെ മലയാളത്തിൽ പ്രവചനം നടത്തുന്ന ആൾ പ്രവാചക, അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റർത്ഥങ്ങളൊന്നും നിങ്ങൾ കാണരുത്. പ്രവാചകയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ അവര് ഒരു പ്രവചനം നടത്തി. കുറച്ച് നാളുകൾക്ക് മുൻപാണ് പ്രവചനം നടത്തിയത്. ജപ്പാനിൽ കടൽ തിളച്ച് മറിയും, വലിയ തിരമാലകൾ ഉണ്ടാകും, വലിയ നാശനഷ്ടം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രവചനം എല്ലാം ഫലിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഭരണകൂടം ജനങ്ങളുടെ സുരക്ഷയ്ക്ക്, ജപ്പാൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഭൂചലനം ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് അവർ ഈ സൈറനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സൈറൺ മുഴുവൻ കഴിയുമ്പോൾ ജനങ്ങളൊക്കെ ബംഗറിലേക്ക്, ഭൂമിക്കടിയിലേക്ക്, സുരക്ഷിത സ്ഥലത്തേക്ക് മാറണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ഭൂകമ്പം അല്ലെങ്കിൽ സുനാമി പോലെയുള്ള വലിയ തിരമാലകൾ ആഞ്ഞടിക്കും, കടൽ ഇളകി മറിയും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭരണകൂടം ഒരു മുൻകരുതൽ എടുക്കും. അങ്ങനെ 30,000 കോടി രൂപ ചിലവാക്കി കുറേ മുൻകരുതലൊക്കെ എടുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാനും പറ്റില്ല. അവിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. അത് നടന്ന സംഭവമാണ്. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു, കുറേ പുകയൊക്കെ ഉയർന്നു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. പക്ഷേ തത്സുഗിക്ക് കുറച്ചൊന്നും മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രവചിച്ചത് ജപ്പാനിലാണെങ്കിൽ നടന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ ടെക്സസിൽ വലിയ രീതിയിലുള്ള ദുരിതങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. 2 നിലയുടെ മുകളിൽ വരെ വെള്ളം കയറി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനം. വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്ക ഏകദേശം, കേരളത്തിൽ നിന്ന് ഒരാൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് സോഷ്യൽ മീഡിയ ട്രോളുകൾ വന്നു. പക്ഷേ ചില സമയങ്ങളിൽ ട്രോളുകൾ ഫലിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക എന്തായാലും വലിയ ബുദ്ധിമുട്ടിലും വലിയ കഷ്ടപ്പാടിലും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പോൾ തത്സുഗിയുടെ പ്രവചനത്തിൽ അവര് ജപ്പാനിൽ എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടോ? ജപ്പാനിൽ തന്നെ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞില്ലായിരുന്നു, അവർക്ക് പിടിച്ചു നിൽക്കായിരുന്നു. സത്യം. അഗ്നിപർവ്വത സ്ഫോടനത്തോടെ ഒരു പർവ്വതം അവിടെ പൊട്ടിത്തെറിച്ചു. മാങ്ക ആർട്ടിസ്റ്റ് റിയോ തസ്കിയുടെ വൈറൽ പ്രവചനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത് കഴിഞ്ഞ ഒരു ജൂലൈ 1 മുതലാണ് ഇത് ചർച്ചയായത്. 2011 ഏപ്രിൽ 3 ശേഷം ആദ്യമായിട്ടാണ് അഗ്നിപർവ്വതത്തിൽ നിന്ന് ഉയർന്ന ചാരവും പൊടി, അതായത് 3000 മീറ്റർ, അതായത് 9,800 അടി, 3000 മീറ്റർ എന്ന് പറയുമ്പോൾ 9,800 അടി ഉയരത്തിലെത്തിയെന്നാണ് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത്. അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു 3000 മീറ്റർ. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ പർവ്വതത്തിൽ നിന്ന് ലാവയും കട്ടിയുള്ള ചാര നിറത്തിലുള്ള പുകയും ഉയരുന്നത് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി പകർത്തിയ വീഡിയോയിൽ കാണാം. ഇതിന് പിന്നാലെ വ്യാഴാഴ്ച ഉണ്ടായ ശക്തമായ ഭൂകമ്പം ആശങ്ക വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ജപ്പാനിലെ കഷോഹിമ സെക്ടറിൽ, അവിടെ ആ സ്ഥലത്ത് വലുതും ചെറുതുമായ 1000-ഓളം ഭൂകമ്പങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. തെക്കൻ കുഷുവിനടുത്ത് 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ വിദൂര ദ്വീപുകളിൽ നിന്നുള്ളവരെ അധികൃതർ ഒഴിപ്പിച്ചു. ശനിയാഴ്ചയും ഭൂകമ്പങ്ങൾ തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഈ പ്രവചനങ്ങളിലോ കിംവദന്തികളിലോ വീഴരുത് എന്ന് സർക്കാർ ജനങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇത്തരം പ്രവചനങ്ങൾ ഉണ്ടാകും, അതൊക്കെ അതിൻ്റെതായ വഴിക്ക് നടന്നോളും, നിങ്ങൾ അതിലൊന്നും പോയി വീഴരുത്, അത്തരം ഭയപ്പാടുകൾ വേണ്ട. കാരണം സോഷ്യൽ മീഡിയയിൽ ജപ്പാനിലുള്ള പല മലയാളികളും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കണ്ടൊരു ലേഡി വന്നു എന്ന് പറയുന്നത്, നാളെ ഉണ്ടാകുമോ ഇല്ലേന്ന് അറിയില്ല, ഇന്ന് അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണുകയാണ്, വീഡിയോയും ഇതുമൊക്കെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മരിക്കാൻ പോണെങ്കിൽ പിന്നെ ഇതൊക്കെ സബ്സ്ക്രൈബ് വെച്ചിട്ട് മരിക്കാൻ പോണ ആ ബെൽബട്ടണും അടിച്ച്
അതുകൂടെ കേൾപ്പിച്ചിട്ട് പോകട്ടെ. ഞാനത് ചിരിച്ച ആളെ ഉണ്ടോ ഇല്ലേന്നത് അറിഞ്ഞുകൂടാ, പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇതില് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ജപ്പാൻ അതായത് ടെക്നോളജിയിൽ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ചൈനയും അതുപോലെ തന്നെ. ഈ ജപ്പാനിൽ ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് മാത്രം ആളുകൾ ഇത്രയും പരിഭ്രാന്തരാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. ആളുകൾ ഒരു വ്യക്തി പ്രവചിക്കുന്നു നാളെ ഇവിടെ ഭൂമി ഇല്ല, മനുഷ്യന്മാരെല്ലാം ചത്തൊടുങ്ങും എന്ന് പറയുമ്പോൾ ഇന്ന് അതിന് വേണ്ട മുൻകരുതൽ നാളെ ഇല്ല, നമ്മൾ അതുകൊണ്ട് തീരുകയാണ്, അപ്പോൾ ഇന്നെല്ലാം അവസാനിപ്പിച്ചേക്കാം നമുക്ക് ചിന്തിക്കുന്ന ആളുകളിലെ ആ ഒരു മനുഷ്യന്റെ ചിന്താഗതി അത്രത്തോളം ചുരുങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ആരെയും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് സയന്റിഫിക് ആയിട്ട് യാതൊരു അടിസ്ഥാനമില്ല. മനുഷ്യനൊന്നും ദൈവം ആവാൻ കഴിയില്ല, അതൊക്കെ വെറുതെയാണ്. ഈ ആൾ ദൈവങ്ങളൊക്കെ കുറെ പേരുണ്ട്, പ്രവചിക്കാത്തവരും ഉണ്ട് കേട്ടോ ആൾ ദൈവങ്ങളില്. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും ഒന്നും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കിപ്പോ തൊട്ടടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാത്തവരാണ് മനുഷ്യർ, അല്ലെ? തൊട്ടടുത്ത സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളോട് ആരടി വെക്കുന്നു, നമ്മൾ ആരോട് അടിവെക്കാൻ പോകുന്നു, നമ്മൾ എന്ത് കഴിക്കുന്നു. ഇപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അറിയാം നമ്മൾ ഉച്ചയ്ക്ക് ഇന്നതായിരിക്കും കഴിക്കാം. അത് നമ്മളെ കൊണ്ട് കഴിക്കാൻ കഴിയുമെന്ന് പോലും അറിഞ്ഞുകൂടാത്തവരാണ് നമ്മൾ ഇന്ന സമയത്ത് ഇന്നത് നടക്കുമെന്ന് പ്രവചിക്കുക, അങ്ങനെ പ്രവചിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പ്രവചിച്ചിരുന്നവരുണ്ടാകാം ലോകത്ത്. അത്രമാത്രം പിന്നെ മുൻകൂട്ടി ജ്ഞാനേന്ദ്രിയങ്ങൾ, 6ാം ഇന്ദ്രിയങ്ങൾ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എനിക്കറിയില്ല ഇത്തരം പ്രവചനങ്ങളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ ഇതാണ്. അപ്പൊ നമ്മളോടൊക്കെ ചോദിക്കും ഈ കയ്യിലൊക്കെ കെട്ടിയിരിക്കുന്ന ശരണം സ്വാഭാവികം. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ധന്യ സ്വന്തം നെഞ്ചത്തൊരു മൈൻ വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കമന്റ്സ് ആയിട്ട് പറഞ്ഞില്ല, ഓൾറെഡി അത് തീർന്നു. സ്വാഭാവികമായിട്ട് ചോദിക്കും അപ്പൊ പിന്നെ ഇങ്ങനെയൊന്നും വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത് കെട്ടിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും അത് ശരിയാണ്. ഞാനിത് ഉരുളാൻ പറ്റൂല. എനിക്ക് ചില കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്, പ്രവചനത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. അത്ര മാത്രമേ ഞാൻ പ്രേക്ഷകരോട് പറയുന്നുള്ളൂ. അപ്പോൾ ഈ പ്രവചനം, പിന്നെ ഈ തർസുഖിയുടെ പ്രവചനത്തിന് പിന്നാലെ ഈ ജപ്പാന് സംഭവിച്ച ഒരു വലിയ നഷ്ടം എന്ന് പറയുന്നത്, ടൂറിസ്റ്റുകൾ അവിടേക്ക് പോകാൻ വെച്ചിരുന്ന യാത്രകളെല്ലാം റദ്ദ് ചെയ്തു. ടൂറിസ്റ്റുകൾ എല്ലാ യാത്രയും ഒഴിവാക്കി. അതോടുകൂടി ജപ്പാന്റെ ടൂറിസം മേഖലയെ ഇത് വലിയ രീതിയിൽ ബാധിച്ചു. അപ്പോൾ എത്രയൊക്കെ സർക്കാരുകൾ ഈ കിംവദന്തികളിൽ നിങ്ങൾ വീഴരുത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സ്വന്തം ജീവനിലൊരു പേടി ഉണ്ടാവില്ല. ഇനി എങ്ങാനും അത് സംഭവിക്കുമോ, പണി വാങ്ങാനായിട്ട് ജപ്പാനിലേക്ക് പോകണോ എന്നൊക്കെയുള്ളൊരു വലിയ ആശ. പൈസ പോയാലും കുഴപ്പമില്ല, ജീവനല്ലേ വലുത് എന്നൊക്കെ വിചാരിച്ചിട്ട് പലരും യാത്രകൾ ഇതിൽ ഒഴിവാക്കി. അങ്ങനെ 3.9 ദശലക്ഷം വിനോദസഞ്ചാരികളായിരുന്നു വരേണ്ടിയിരുന്നത്. മെയ് മാസം മുതൽ ഈ സംഖ്യ താഴേക്ക് പോയി തുടങ്ങി. പ്രവചനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം ജപ്പാന്റെ വിമാന സർവീസുകളെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. 100 കണക്കിന് വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത്. എന്നാൽ ഈ തത്സുഗി പറയുന്നത് താൻ പ്രവാചകയല്ല എന്നും തൻ്റെ സ്വപ്നങ്ങളിൽ അമിത വിശ്വാസമോ താല്പര്യമോ കാണിക്കരുതെന്നും, പ്രവചനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം ജപ്പാന്റെ വിമാന സർവീസുകളെ ബാധിച്ചു, ജപ്പാന്റെ ടൂറിസത്തെ ബാധിച്ചു, ജപ്പാനിലെ പല മേഖലകളെയും ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ തത്സുഗി പറയുന്നു എന്നെ ആരും വിശ്വസിക്കേണ്ടെന്ന്. അല്ലെങ്കിൽ അവരാരെയും നിർബന്ധിച്ചിട്ട് പറഞ്ഞു നിങ്ങളല്ലേ ഇത് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അവര്? അതാ ഈ വീഡിയോകളെല്ലാം അവരുടെ പുറകെ പോയതല്ലേ പ്രശ്നം. അതാണ് സംഭവം. ഇതൊന്നും ഒരടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം നാളെ ധന്യ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രവചനമൊക്കെ നടത്തും, എന്തെങ്കിലും പൊട്ടക്കണ്ണൻ്റെ മാവിലേറ് പോലെ ഏതെങ്കിലും കൊണ്ടുകഴിഞ്ഞാൽ നാളെ മുതൽ ധന്യാണ് ഇവിടുത്തെ തത്സുഗി ധന്യ. ധന്യയുടെ പ്രവചനങ്ങളെല്ലാം പിന്നെ ഏതെങ്കിലും ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ധന്യയുടെ മുന്നിൽ കാശും കൊണ്ട് ആളുകൾ വന്ന് നിൽക്കും. ധന്യ കുറച്ച് അനുഗ്രഹമൊക്കെ ചൊരിഞ്ഞ് എല്ലാം നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ ഇവിടെ ആളുകളുണ്ടാവും. കാരണം ആളുകളുടെ ചിന്താഗതി. അല്ല, ഞാൻ നിർത്തുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? ഇല്ല. ഞാൻ നേരെ തിരിച്ചാണ്, ഞാനൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വലിയ ദൈവവിശ്വാസിയായിരുന്നു, പക്ഷെ എനിക്കിപ്പോ അത്ര വിശ്വാസം. ഞാൻ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആ ശക്തി എന്നെ കാത്തുരക്ഷിക്കും. ഞാൻ ചെന്നുപെടുന്ന ചില സാഹചര്യങ്ങളിൽ എന്നെ കാത്തുരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലപ്പുറം വലിയ പിന്നെ എന്താ പറയുക, വലിയ അങ്ങനത്തെ ഇതിനോടൊന്നും എനിക്ക് ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ ഭാവിയെ കുറിച്ച് അപ്പൊ ഞാൻ ചിന്തിക്കും ഇവർക്ക് എവരെ ഭാവിയെ കുറിച്ച് അറിഞ്ഞൂടാതെ ഇവരെങ്ങനെ നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ അതിനോട് എനിക്ക് ജാതകമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് എനിക്ക് ട്രോള് വായിച്ചായിട്ടാണോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്?
ഞാൻ വലിയ ഒരു കാലഘട്ടത്തിൽ ഞാൻ വലിയ ദൈവവിശ്വാസിയായിരുന്നു. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷയിൽ 50 മാർക്ക് ദൈവം തരണ്ടല്ലേ, പഠിക്കണ്ടല്ലോ എന്ന് കരുതിയിരുന്നു. ഞാൻ പരീക്ഷയിൽ തോറ്റതോടുകൂടി ആ പരിപാടി അവസാനിപ്പിച്ചു. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന കാര്യത്തിലാണോ, പരീക്ഷയുടെ കാര്യത്തിലോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം, ദൈവത്തിന്റെ പേരിലുള്ള തർക്കങ്ങളൊക്കെ എന്ന് നിലനിൽക്കും. വിശ്വാസികൾക്ക് വിശ്വസിക്കാം, അവിശ്വാസികൾ അവരുടെ വഴി പോട്ടെ. ആരും ആരുടെയും വിശ്വാസത്തെ കനിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ആരുടെയും വിശ്വാസത്തിന്റെ മേളിൽ ഒരു തടസ്സം നിൽക്കാനും ഞങ്ങൾ തയ്യാറല്ല. വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അവനവൻ പണിയെടുത്ത അവനവന് തിന്ന. അത്രയേ ഉള്ളൂ. പ്രവചനങ്ങൾ നോയിക്കൊണ്ടിരുന്ന 3G ആവും.